കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെക്കുറിച്ചും അവരുടെ പദ്ധതികളെക്കുറിച്ചും വളരെ അതായത് അത് ഒരു ജനങ്ങൾക്ക് ഹാനികരമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെയധികം പാർലമെൻറ്റിൽ ശബ്ദിക്കുന്ന ഒരു 2 പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പേരെയല്ല, എനിക്കൊരു 3-4 പേരെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. ബംഗാളിൽ നിന്നുള്ള മഹുവ മൈത്ര, അതേപോലെ തന്നെ നമ്മുടെ പ്രേമചന്ദ്രൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, പ്രേമചന്ദ്രൻ. പിന്നെ അതേപോലെ തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. അതെനിക്ക് വേറെ അടുപ്പവും പരിചയമൊന്നുമില്ല ജോൺ ബ്രിട്ടാസിനെ, എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടുമില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ജോൺ ബ്രിട്ടാസ്, ഈ ബ്രിട്ടാസ് രാജ്യസഭയിൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ്. അത് പ്രേമചന്ദ്രനാണെന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം നല്ല വൃത്തിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വളരെ കഴിവുള്ള ആളാണ്. ബാക്കി എം പിമാരൊന്നും കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ നോട്ട് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് തന്നെ ഈ PM ശ്രീ പദ്ധതി അതിനെക്കുറിച്ചും ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യ പുതപ്പിക്കാൻ നോക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഘോരഘോരം സംസാരിക്കുകയും അതിനെതിരെ ഒരുപാട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് PM ശ്രീ അറിയാം. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇങ്ങോട്ട് വന്ന് PM ശ്രീ നടപ്പാക്കാൻ വേണ്ടി ചെയ്ത പണി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ മുന്നണി പോലും അറിയാതെ PM ശ്രീ പദ്ധതി ഒപ്പിടുകയാണ്. അതുവരെ അവരുടെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്നതല്ല, ഇത് കേരളത്തിന് വേണ്ട, ഈ പദ്ധതി ഇങ്ങനല്ല വേണ്ടത്, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ രീതിയിൽ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ശരിയല്ല, നമ്മുടെ വിദ്യാഭ്യാസ നയം അതല്ല വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അതുവരെ. പക്ഷേ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി. നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു. വളരെ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിച്ചു, വളരെ കാര്യമായിട്ട് സംസാരിച്ചു, കൈ കൊടുത്തു ഒക്കെ, ഒരു രഹസ്യ സംഭാഷണമൊക്കെ നടത്തി അവർ പിരിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നു. പിന്നെ ഞൊടിയിടയിലാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ അങ്ങ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ, കോൺട്രാക്റ്റിൻ്റെ. അങ്ങോട്ട് വന്നു. അടുത്ത 23-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇത് ഒപ്പിട്ട് കൈ കൊടുത്തു. ഒരു മനുഷ്യൻ അറിഞ്ഞിട്ട് ഒപ്പിടുന്നു പോലും. നമ്മുടെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ആയിരുന്നു നമ്മുടെ ധാരണ. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാ ശ്രമങ്ങളും ഡൽഹിയിൽ നടത്തിയതും ഇതിൻ്റെ ഒരു പാലമായിട്ട് നിന്നതും ബ്രിട്ടാസ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എൻ്റെ ബ്രിട്ടാസെ, ഇങ്ങനെ ഞെട്ടിക്കണമായിരുന്നു ഞങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ഇതൊന്നും അല്ലല്ലോ. എന്നിട്ട് 2 ദിവസമായിട്ട് കിടന്ന് താളം തുള്ളുന്ന കാണാൻ, എൻ്റെ ചെളി ചവിട്ടുന്ന മാതിരി ബ്രിട്ടാസ് ഓരോന്ന് പറയുന്നത്, അതല്ല ഞാൻ കേരളത്തിന് വേണ്ടി അങ്ങനെ ചെയ്ത്, കേരളത്തിന് വേണ്ടി ഞാനാണ്. ഇതൊന്നും അല്ല. നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം നേരത്തെ തന്നെ ശ്രീ നരേന്ദ്രമോദിയെയും ശ്രീ പിണറായി വിജയനെയും ഇതിന് ശ്രീ പിണറായി നരേന്ദ്രമോദിയല്ല, നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബ്രിട്ടാസിനെയും ഇതിനു വേണ്ടി പുകഴ്ത്തിയിരുന്നു. കാരണം ഇത് അവർ നല്ലതാണ് ചെയ്തതെന്ന് പറഞ്ഞു. അന്ന് ആരും പിടികിട്ടിയില്ല എന്താ സംഭവം എന്ന്. അപ്പം രാജ്യസഭയിൽ പരസ്യമായിട്ട് മെനഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ, ഇതിനൊരു പാലം പണിഞ്ഞത്, അതായത് ഈ PM ശ്രീ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള പാലം പണിഞ്ഞത് ബ്രിട്ടാസാണ്, ജോൺ ബ്രിട്ടാസാണ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. അത് ഒരു വലിയ പ്രശ്നമായിപ്പോയി. ബ്രിട്ടാസ് ഉണ്ട് അവിടെ, പക്ഷെ അവിടെ വെച്ച് ബ്രിട്ടാസിന് നന്ദി പറഞ്ഞു. അതാണ് ബ്രിട്ടാസ് വളരെ വിധേയനായിട്ട് അതങ്ങ് സ്വീകരിച്ചു. അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ പാലമൊന്നും പണിഞ്ഞിട്ടില്ല, ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി, ഇത് എൻ്റെതല്ല എന്ന് അവിടെ വെച്ച് പറഞ്ഞില്ല. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പം ഇത് പ്രശ്നം ആവുമെന്നും അറിയാമല്ലോ. അപ്പോൾ പതുക്കെ പറഞ്ഞു. വെളിയിൽ വെച്ചാണ് ബാക്കി പരിപാടികൾ തുടങ്ങിയത്. അത് കേരളത്തിന്
കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? ഞാൻ അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയും കേരളത്തിന് വേണ്ടി ഞാൻ പല കാര്യങ്ങൾക്കും പാലം പണിയും. പണിഞ്ഞോട്ടെ. പക്ഷേ ഈ പാലം പണിയുന്നവൻ ഇതുപോലെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയരുത്, ഇത് വലിയ കുഴപ്പമാണ് ഈ ചെയ്തത്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച്, ആ പാർട്ടിയെയും തെറ്റിദ്ധരിപ്പിച്ച്, ഇടതുപക്ഷ മുന്നണിയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച്, സകല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അത് വലിയ കുഴപ്പമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞല്ലോ. അതിന് ശേഷം അത് നടപ്പാക്കാൻ ഈ പാലം പണിയേണ്ട കാര്യം ഉണ്ടായിരുന്നു ബ്രിട്ടാസെ? ഒന്ന് ചിന്തിക്കുക. ഇത് ജനങ്ങളങ്ങ് മറന്നു പോകുന്നു. ഇതൊന്നും ഓർത്തൊന്നും ഇരിക്കത്തില്ല. കുറേ നാൾ ഇത് ആളുകളുടെ മനസ്സിൽ കാണും. അത് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകുന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇനിയും വീണ്ടും ഇത് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കുഴപ്പമാക്കേണ്ട. ദയനീയമായിരുന്നു നിങ്ങളുടെ പ്രകടനം കേട്ടോ. ഇത്രയും ദയനീയമായ ഒരു പ്രകടനം നിങ്ങളുടെ പത്രസമ്മേളനമൊക്കെ ഞാൻ കണ്ടു. ഇത് നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും കണ്ടു. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയാലും നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് സത്യത്തെ എനിക്ക് സങ്കടം തോന്നി, ഉള്ള കാര്യം പറയാനുള്ള കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങനെ ഈ പരുവത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ അന്തസ്സായിട്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾക്കിത് പറയാനൊക്കത്തില്ല. അതറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ പ്രസ്താവന വരുന്നത് കേരളത്തിൻ്റെ ഫണ്ടുകൾ തടഞ്ഞു വെച്ചപ്പോൾ അത് റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു പാലം പണിഞ്ഞതാണ്. നിങ്ങളുടെ ഈ പാലം പണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പണിഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞ് ഇത് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്, ഇത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാലം പണിഞ്ഞു കൊടുക്കരുത്. അതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറ്റിയ പണിയാണത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഈ ചെയ്തത് തെറ്റ്. നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നത്, അതുപോലെ നല്ലൊരു പാർലമെൻറ്റേറിയനായിട്ടുണ്ടായി കണ്ടിരുന്നു. പക്ഷേ അത് മുഴുവൻ എൻ്റെ ഈ പ്രതീക്ഷ നിങ്ങളെക്കുറിച്ചുള്ളത് മുഴുവൻ ഇങ്ങനെ തകർന്ന് ഇടിഞ്ഞു വീണു കേട്ടോ. ഇനിയും നിങ്ങളിത് വിളിച്ചു പറഞ്ഞ് നാണം കെടാനിരിക്കണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല, അത് മനസ്സിലാക്കുക.